അണേ എനിക്ക് ഒരു സംശയം. ഇത് നെക്സ്റ്റ് കൊടുത്ത ടാസ്ക് ആണോ അത് ഇങ്ങേർക്ക് നമ്മൾ കൊടുത്ത ടാസ്ക്? രണ്ടാമത് പറഞ്ഞാ ശരി. അല്ല എനിക്ക് സംശയം, വേറെ സംശയം. എന്തോ ഈ കട്ട കുക്കിട്ട മുട്ട പോലെ അതെന്തു സാധനം? അത് ഒരു കൊക്ക് കട്ടോണ്ട് വന്നത്. അത് കള്ളനാണ്. ആ കൊക്ക് കള്ളക്കൊക്ക് ഇട്ട മുട്ട പോലെ കിടന്നുരുളും. ഇയാൾ ഇതിനകത്ത് കിടന്ന് ഇനി എന്തെങ്കിലും മിണ്ടിയാ ഞാൻ ഇയാളുടെ വായിക്കാത്ത എന്തെങ്കിലും കുത്തിക്കയറ്റും. ശരിയാ, കറക്റ്റല്ലേ പറഞ്ഞു? ഹലോ, പറയാം സാർ, വന്ന ഉടനെ പറയാം. ഓക്കെ സാർ, ഓക്കെ പറയാം. ആരാ സാറേ? വെളിന്ന് വിളിച്ചതാ. കാലനല്ലെന്ന്, വെളിന്ന് സർക്കിൾ വിളിച്ചാന്ന്. SI സാർ വന്നോന്ന്, വന്ന ഉടനെ പറയണോന്ന്. അതായത് മന്ത്രിക്ക് സെക്യൂരിറ്റി പോണോന്ന്. എന്റെ ടെൻഷൻ അടുപ്പിച്ചു കളഞ്ഞു. ആകെ പ്രാന്തായിട്ടിരിക്കുന്നു. എന്തിയേ എന്തോ എന്നെ മുഖം വല്ലാതെ വിഷമിച്ചിരിക്കുന്നേ? ഒന്നും പറയണ്ട സാറേ. കുടുംബവും പ്രാരാബ്ദവും കുട്ടികളും കെട്ടിയവനും. അയ്യോ എന്റെ അമ്മ ഒന്നും പറയണ്ട. എന്റെ സന്ധ്യ, പ്രശ്നങ്ങളില്ലാത്ത കുടുംബം ഉണ്ടോ? എന്താ പ്രശ്നം എന്ന് പറയാം. നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണ് നമുക്ക് പരിഹരിക്കാം. സാറേ എന്റെ പ്രശ്നം എന്താണെന്നറിയോ? പണ്ട് എന്നെ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ വന്നില്ലായിരുന്നോ? എന്നിട്ട് ആ ചെക്കന് ജോലിയും കൂലിയും ഒന്നും ഇല്ലാന്നും പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു വിട്ട്. അതിന് ശേഷമാണല്ലോ ഞാൻ കല്യാണം കഴിച്ചും കുട്ടികളൊക്കെ ആയത്. അങ്ങനെ ഇരിക്കെ അയാളിപ്പോ ഗൾഫില് നല്ല ബിസിനസ് ഒക്കെ ചെയ്ത് കോടീശ്വരനായിട്ട് തിരിച്ചു വന്നിരിക്കണ സാറേ. ഇപ്പൊ കിഴങ്ങനെ എങ്ങനെ ഒഴിവാക്കണമെന്ന് എനിക്ക് അറിയാണ്ടിരിക്കണോ സാറേ ഞാൻ. ഇതാണോ പ്രശ്നം? ഒരു പെറ്റീഷൻ കേട്ടതാ. അവനെ നമ്മളെ സെല്ലി കയറ്റി കൂമ്പ് നോക്കി 3 ഇടി ഇടിച്ച് കഴിഞ്ഞാൽ അവൻ ഒരു വിഷയം ഉണ്ടാക്കത്തില്ല. എന്റെ സാറേ, ഭർത്താവിനൊക്കെ സെല്ലി കെട്ടി അടിച്ച പ്രശ്നാവൂലേ? ഭർത്താവിനെ സെല്ലി കെട്ടി അടിച്ച പ്രശ്നാവൂലേ? അപ്പൊ കിഴക്കെന്ന് പറഞ്ഞ് ഒഴിവാക്കണം പറഞ്ഞ ആരായിരുന്നു? എന്റെ ഭർത്താവിനെ. നല്ല കുടുംബിനി. ഫോൺ വന്ന് എടുക്ക്, ഞാൻ ഫയലും നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ് പോലീസ് സ്റ്റേഷൻ. SI സാർ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞോളാം. ശരി ഞാൻ പറഞ്ഞോളാം. എന്താ സന്ധ്യ? ഉടുമ്പ് മുരളി. ഇങ്ങോട്ട് വിളിച്ചത് എനിക്കറിയത്തില്ല സാറേ. 3:30 ഇങ്ങോട്ട് വരും. SI സാറിനെ കാണണമെന്ന്. SI സാറിന്റെ കുടുംബമുള്ളിലേക്ക് കാണണമെന്നോ? സാർ അവനുമായിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി കാണോ? ഉണ്ടോ? ഉറപ്പ്. അയാളുടെ ശബ്ദത്തിൽ എന്തൊക്കെയോ മാറ്റമുണ്ട് സാറേ. എനിക്കറിഞ്ഞൂടാ. എന്റെ ദൈവമേ, ഉടമ്പൂരിൽ വന്ന് ആകെപ്പാടെ പ്രശ്നമാകുമല്ലോ. SI സാർ ഒന്നും വരില്ല. കാണുന്നില്ലല്ലോ. ചന്ദ്ര, എന്തൊക്കെ വിശേഷം? സുഖമാണോ? സാറേ, സാർ എന്നെ വരാൻ താമസിച്ചത്? ഞാൻ GP ഇപ്പൊ എടുത്തോണ്ട് വന്നതേ ഉള്ളൂ. സാർ എന്തിനാ സാറേ GP ഇപ്പൊ എടുത്തത്? ഒരു ഇഷ്ടം പോലെ ബാത്റൂം ഉണ്ടായിരുന്നല്ലോ, ഇവിടെ വന്ന് എടുക്കായിരുന്നല്ലോ. ചന്ദ്ര, GP ഇപ്പൊ എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂന്നാ പറഞ്ഞത്. ആണല്ലേ? പിന്നെ രണ്ടുപേരും ഒരു കാര്യം ശ്രദ്ധിക്കണം. പെറ്റി കൂട്ടണം. സാറേ, അത് സന്ധ്യയോട് പറ പെറ്റി കൂട്ടാൻ. സന്ധ്യ ഈ മാസം അവസാനം പെറ്റി കൂട്ടണം. സാറേ, ഞാൻ അതൊക്കെ നിർത്തിയിട്ട് കാലം കുറെ പ്രസവമൊക്കെ. സന്ധ്യ പെറ്റി എഴുതി കൂട്ടുന്ന കാര്യമാണ് പറഞ്ഞത്. എത്ര മക്കളുണ്ട് സന്ധ്യക്ക്? 7 മക്കള്. പ്രസവിക്കുന്ന കാര്യമല്ലോ എപ്പോഴും ചിന്ത. ഹസ്ബൻഡിന്റെ പേരെന്താ? കൽപ്പകവാടി സതീശൻ. 7 മക്കളുമായിട്ട്. കൽപ്പകവാടി സതീശനല്ല, അങ്കനവാടി സതീശൻ നിർണ്ണായിരുന്നു. ഞാൻ പറയുന്നത് കേട്ടില്ല രണ്ടുപേരും. സാറേ, ഒരു കാര്യം ചെയ്യും. എന്താ? സാറേ, ഉടുമ്പ് വിളിച്ചായിരുന്നു. ഉടുമ്പൊക്കെ ഇപ്പൊ ഫോൺ ചെയ്യാൻ തുടങ്ങിയോ? അതല്ലെന്ന്, ഉടുമ്പ് മുരളി. ഉടുമ്പ് മുള്ളിയെങ്കിൽ പിന്നെ നിങ്ങളൊരു ലോഷൻ എടുത്ത് തുടച്ചോളണം. അതല്ല സാറേ, സാറിന് ഉടുമ്പിനെ അറിയാമോ? പിന്നെ ഉറുമ്പിനെയൊക്കെ തിന്നുന്ന ജീവിയല്ലോ, എനിക്കറിയാവുന്ന. സാറ് ഉടുമ്പിനെ തിന്നുന്ന ജീവിയല്ലെന്ന്. പിന്നെ കണ്ടോ, ഈ ഉടുമ്പ് വാസുവിനെ അറിയാമോ? ഇവനാണോ ഉടുമ്പ് പോലെ? അയ്യോ, ഇവനെ ഇന്ന് 4:30 ചന്തയിലിട്ടോ ഒറ്റ അടി കനാലിലിട്ട് 4 പല്ലും പോയ പറ്റേ. പിന്നെ എന്റെ പൊന്ന് സാറേ, സാറിന് ഉടുമ്പ് വാസുവിനെ അറിഞ്ഞൂടെ? വാസു ആണോ മുരളിയാണോ? ഉടുമ്പ് വാസുവിനെ ഇടിച്ചിട്ട് വന്നിരിക്കുന്നത്. ഈ 2 കാലും ഇല്ലാണ്ട് എങ്ങനെ ജീപ്പ് ഓടിക്കും? 2 കാലില്ല, ജീപ്പ് ഓടിക്കുന്ന കാര്യം പോട്ടെ, ഒരു കൈയില്ല, അതിങ്ങനെ കീറി മാറും. അതിന് ഇടത്തെ കൈ ഉണ്ടല്ലോ. ഉടുമ്പിനെ അറിയാലോ, അവൻ ഇടതും വലതൊന്നുമില്ല, 2 കൈയും അവൻ വെട്ടിക്കളയും. ചുമ്മാ വാചം അടിക്കുക. എന്തോ ഈ ചർച്ച? സാറേ, സാറിനെ കുറിച്ച് എന്താണ് ഞങ്ങളുടെ ചർച്ച? എന്തോ ചർച്ച? സാറിന് ഉടുമ്പ് മുരളിയെ കുറിച്ച് ശരിക്കും അറിഞ്ഞൂടാഞ്ഞിട്ടാ. അവൻ ആരാ? അയ്യോ സാറേ, അവൻ വെട്ടൂന്ന് പറഞ്ഞ വെട്ടിയിരിക്കും. SI അറിയോ? സാറേ, സാർ വെറും SI. സർക്കിളിനാണ് അവൻ വെട്ടിയിരിക്കുന്നത്. ഏത് സർക്കിളിനെ? സാറേ, സ്ഥലം സർക്കിളിന്. കഴിഞ്ഞ വർഷം വെട്ടിയതാ. സർക്കിളിന്റെ വീട്ടില് രാത്രി കയറി അവൻ 4 പേരല്ല വെട്ടിക്കളഞ്ഞത്. ഇത് ചുമ്മാ എന്നെ പേടിപ്പിക്കാൻ പറയാം. പക്ഷെ ഒരു കാര്യം ചെയ്യാമല്ലോ, എടുക്കണ്ട. അവനാണെങ്കിലും ശരി. പക്ഷെ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഇവിടെ നിന്ന് മാറിയാലോ? എന്റെ സാറേ, ഇതുപോലെ ഉടുമ്പ് മുരളി ഒരുത്താൻ തല്ലിയിട്ട് അവൻ രായ്ക്ക് രാമാനം ഗൾഫിലോട്ട് പോയി. അപ്പൊ അവൻ രക്ഷപ്പെട്ടല്ലോ. എവിടെ രക്ഷപ്പെടാൻ? ഉടുമ്പ് മുരളി എന്നാ ചെയ്തെന്നറിയാവോ? ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഗൾഫിൽ ചെന്നിട്ട് അവിടെ അറബിയുടെ അണ്ടറിലിട്ട് അവനെ വെട്ടിക്കളഞ്ഞു.
അപ്പൊ ഇപ്പോഴും അറബി ഇവൻ വെട്ടി അണ്ടർവെയറാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. അതല്ലെന്ന് പിന്നെ അറബിയുടെ കീഴിലിട്ട് വെട്ടി കളഞ്ഞെന്ന്. അപ്പൊ അവനെ വെട്ട് മേടിക്കണം. അറബിയുടെ കീഴിൽ കയറിയിരിക്കുന്നത് തേമാര് കുളിക്കത്ത് പോലും ഇല്ലെന്ന്. എന്റെ സാറേ അതല്ലെന്ന്, അറബിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടും അവനെ വെട്ടി. അതാണ് ഉടുമ്പ് മുരളി. സാറിനെ കണ്ട സാറിന്റെ കുടുംബത്തെ കയറി അവൻ വെട്ടും കൊല്ലും. സാറിന് ഇനി ജീവനോടെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ MLA സതീശനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? MLA സതീശനോ? അതെ. സതീശൻ പഞ്ചായത്തിൽ പോലും നിന്നിട്ടില്ല, പിന്നെ എങ്ങനെ MLA ആകുന്നത്? അവൻ അന്തര അഹങ്കാരമാകും കാണിച്ചിട്ട് അവൻ നിന്നിട്ടില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ IG വിളിക്കാം. മുഖ്യമന്ത്രി അറിയാവോ? പിന്നെ മുഖ്യമന്ത്രി അറിയാം. പിന്നെ രക്ഷപ്പെട്ടല്ലോ. മുഖ്യമന്ത്രി അറിയാലോ, അദ്ദേഹമാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്. അതെ അതെ, ഞാൻ രാവിലെ കൂടെ വാർത്തയിൽ പുള്ളിയെ കണ്ടതേ ഉള്ളൂ. അങ്ങനല്ല, മുഖ്യമന്ത്രി ഡയറക്ടർ പരിചയമുണ്ടോ? മുഖ്യമന്ത്രി ഏത് പടം അതിനെ ഡയറക്ട് ചെയ്തു? എന്റെ പൊന്നു ദൈവമേ, നിങ്ങൾ ഇങ്ങനെ വരട്ടാത്ത കാര്യം പറയുന്നു. ഞാനൊരു കാര്യം ചെയ്യാം. ഇവിടെ ഞാൻ പിന്നെ DGP വിളിക്കും. ഞാൻ DGP വിളിക്കുമല്ലോ. നോക്കിക്കോ, എനിക്ക് DGP വിളിച്ചിട്ട് വേണ്ട, DGP വിളിക്കുന്നില്ല. ഞാൻ ഇതിന്റെ പരിഹാരം ഞാനൊരു കാര്യം, ശബരിമല പോയാലോ? ഈ ദൈവത്തിനെ ആരാധിച്ചാൽ ഒരുപക്ഷെ ഇവിടെ ആരെങ്കിലും ആണ്ട് അവിടെ നിന്ന് രഹസ്യം പറയും. ദൈവമേ, ഞാൻ ഒരു IG വിളിച്ചല്ല പറയാം. ഞാനിപ്പോ എന്തോ സാറേ, ഞാനൊന്ന് ഒഴിഞ്ഞിട്ടെ. എന്റെ അമ്മൂമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതല്ല, ഞാൻ പല കാര്യങ്ങളും പറയുമ്പോ അങ്ങ് ഒഴിഞ്ഞു മാറുന്നല്ലേ സാറേ? അതല്ല, ഒഴിഞ്ഞിടട്ടെ. പോട്ടെ സാറേ. എന്തോ കാണിക്കുന്നത്? സാറേ, ഞാൻ ഒഴിഞ്ഞിടണേ സാറേ. നീ ഒഴിഞ്ഞിരുന്ന അരിയും കൂടെ നമുക്ക് ഇഡലി തിന്നാം. അരിയും തന്നെ ഇഡലിയും തന്നെ ഒരു ഉടനെ സാറിന്റെ സഞ്ചാരം വരും കേട്ടോ. അത്ര ചുമ്മാ പേടിപ്പിക്കാൻ സാറേ, ഞാൻ ഒന്നും ഒഴിഞ്ഞിട്ടോട്ടെ. എല്ലാം ചന്ദ്ര, ഇത് ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. ഒരു പരിഹാരം പറയാം. ഞാനിപ്പോ എന്ത് പരിഹാരം പറയാം? ആരെങ്കിലും എന്നെ ഒരേ കാര്യം പറയാം. ഈ ഉടുമ്പ് മുരളിക്ക് ആകപ്പാടെ ബഹുമാനമുള്ള അവന്റെ ആശാനോട് മാത്രമേ ഉള്ളൂ. അവന്റെ ആശാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സാറിനെ ഒന്നും ചെയ്യത്തില്ല. ഉടുമ്പ് മുരളിയിൽ സാറിന് രക്ഷപ്പെടാൻ സാധിക്കും. ഈ ആചാരയൊക്കെ ഞാനിപ്പോ എവിടെ പോയി ഉണ്ടാക്കാറിയാ? ആചാര്യ സാറേ, കണ്ടാ ഒരു നാസിക്കോളിന്റെ സ്വപ്നം കേട്ടില്ലേ? അതാരുടെ ചെമ്പാലിട്ട് അടിച്ചോ? അല്ലെന്ന്, പിന്നെ ആശാൻ ചുമച്ചതാ. അയ്യോ, ആശാനെ സെല്ലി ആശാൻ. വന്നാട്ടെ സാറേ. ഞാൻ ആദ്യം കയറി വന്നപ്പോ ഇങ്ങനല്ലായിരുന്നല്ലോ. 2-3 ചില്ലക്ഷരം കൂടെ എന്റെ കൂടെ പ്രയോഗിച്ചായിരുന്നു. അതെന്നെ അങ്ങ് തിരിച്ചു വിളിച്ചാട്ടെ. അയ്യോ, ഞാൻ അങ്ങനെ തിരിച്ചു വിളിക്കത്തില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്റെ നട്ടല് തീർത്തൊരു കീറിയായിരുന്നു. നിങ്ങളുടെ ഭാഷയിൽ എന്തോ പറയുന്ന നടയടി. അതല്ല, നടയടി എനിക്ക് അടിച്ചില്ലയോ? പിന്നെ എനിക്ക് അതിന്ന് തിരിച്ചടിക്കണം. ഞാനിവിടുത്തെ SI അറിയാമോ? ജീവൻ വേണ്ടേ? അടിച്ചാട്ടെ. ഇങ്ങോട്ട് വന്നെ. ആശാൻ ഒരു ചായയും കുടിച്ചേ. ആയിക്കോട്ടെ, ഇങ്ങോട്ട് വന്നേ. എടാ, ഞാൻ ചായ കുടിക്കുന്നത് സിറ്റ് ഔട്ടാന്ന് അറിയത്തില്ലയോ? ഈ മധുരമില്ലാത്ത ചായക്ക് പറയുന്ന പോലെ എന്തുവാ? വിത്തൗട്ട്. ആ, അതാണ്. അത് തന്നെയല്ല, ഞാൻ കുടിക്കുന്ന ചായക്കകത്ത് ഉറുമ്പ് വേണമെന്ന് എനിക്ക് നിർബന്ധമാ. പഞ്ചസാര ഇല്ലാത്ത ചായ ഞാൻ എങ്ങനെ എവിടുന്നേലും ഉറുമ്പിനെ പിടിച്ച് കൊണ്ടിട്ടേ പറ്റത്തുള്ളൂ. കാരണം മനുഷ്യർ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളായി ഉറുമ്പ് ചെയ്യുന്നത്. മനുഷ്യൻ ചെയ്യാത്ത കാര്യം എന്തോ? ഉറുമ്പ് വിചാരിച്ച വേണേ നമ്മുടെ ചന്തിക്ക് കടിക്കാം. നിനക്ക് എന്റെ ചന്തിക്ക് കടിക്കാൻ പറ്റുമോ? ചന്ദ്ര, ഞാൻ ഇവിടുത്തെ SI ആണ്. ജീവൻ വേണോ? എന്റെ ജീവൻ കെട്ടിക്കാൻ എന്തും കടിക്കും. ഞാൻ രൂപ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു സംശയമുണ്ട് ഞാൻ പറഞ്ഞ അവൻ കേൾക്കുമെന്ന്. കാരണം ഞാൻ അവന്റെ ആശാനായത് എങ്ങനെയാണെന്നറിയാവോ? എടാ, ഇവനെ കൊച്ചു പയ്യനായിരിക്കുന്ന സമയത്ത് ഇവൻ ഇങ്ങനെ മാർക്കറ്റ് നിൽക്കുക. മാർക്കറ്റ് നിൽക്കുമ്പോണ്ടല്ലോ, മട്ടാഞ്ചേരി 19 ഗുണ്ടകൾ വന്ന് ഇവന്റെ ചുറ്റിനും അങ്ങ് കൂടി. ഇവനാണ് നിരായുധൻ. അപ്പൊ നിരായുധൻ മാത്രമേ ഉള്ളായിരുന്നു അവന്റെ കൂടെ? ഇരുന്നാട്ടെ. എടാ, നിരായുധൻ എന്ന് പറഞ്ഞ ആയുധമില്ലാതെ നിൽക്കുന്നു. ഞാൻ വന്ന് തൊട്ടാ നിർത്തി നടക്കുന്ന പ്രായമാ. അന്നേരം ആ സമയത്തൊക്കെ എന്റെ എളിക്ക് എപ്പോഴും ഒരു കൊച്ചു പുസ്തകം കാണും. ആ പ്രായത്തിൽ അത് കാണുമല്ലോ. ഈ എളിയിൽ എന്തിനാ കൊച്ചു പുസ്തകം വെച്ചോണ്ട് നടക്കുന്നത്? കൊച്ചു പുസ്തകമല്ല, കൊച്ചു പിച്ചാത്തി ഉണ്ടായിരുന്നു. ഞാൻ എന്തോടുത്തു, പിച്ചാത്തി എടുത്ത് നേരെ അവന്റെ നേരെ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, മോനെ കീറിക്കോടാ മുരളി എന്ന് പറഞ്ഞു. ഇവൻ ഈ കൊച്ചു പിച്ചാത്തി വെച്ച് സർവ്വ ഗണത്തിന് അറഞ്ഞം പുറഞ്ഞോ അങ്ങ് വെട്ടി. കൊച്ചു പിച്ചാത്തി ഉണ്ടോ?
കാലം കുറച്ചായിട്ടോ കൊച്ചു പിച്ചാത്തിയൊക്കെ വളർന്ന് വലിയ പിച്ചാത്തി ആയിട്ടോ ആണല്ലേ? പിന്നെ വേറൊരു സംഭവം ഉണ്ട്. ഞാൻ ഭയങ്കര തമാശക്കാരനായിരുന്നു അന്ന്. തമാശ പറയോ? പിന്നെ 4 പേര് ടീമായിട്ട് ഏതെങ്കിലും ചാനലിൽ ചെല്ലാൻ പാടില്ലേ? അന്നും ചാനലൊന്നും ഇല്ലായിരുന്നു. അന്നത്തെ ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ? ഞാനും ഇവനും കൂടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഇല അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പം വെയിറ്റർ വന്ന് എന്നോട് ചോദിക്കുവാ പാൻ ഇടത്തേന്ന്. ഞാൻ പറഞ്ഞു ഉണ്ടെങ്കിൽ ആ സൈഡിലോട്ട് ഇട്ടോളാൻ പറഞ്ഞു. അവൻ ചിരിക്കുന്നു, വെയിറ്റർ ചിരിക്കുന്നു, കാട്ടുകാർ മുഴുവൻ ചിരിക്കുന്നു. ചിരിച്ച് 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 ഇത്രയും വലിയൊരു കോമഡി പറഞ്ഞിട്ട് നീയൊക്കെ എന്നടാ ചിരിക്കാത്തത്? എവിടെ കോമഡി? വേണോ? അതന്നല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഒരു കൈക്കൊക്കെ ഒരു തരിപ്പും പെരുപ്പും ഒക്കെ പ്രായത്തിന്റെ ഒന്ന് തിരുമ്മി തന്നായിരുന്നല്ലായിരുന്നു. തിരുമണ്ട എന്നെ തിരുമണ്ടാന്ന് വിളിക്കാതെ ഞാൻ ചവിട്ടി. സാറ് തിരുമണ്ട എന്നാ പറഞ്ഞ. നീ തിരുമണ്ട, കൊച്ചു വന്നൊന്ന് തിരുമ്മി തന്നാ മതി, എന്നാലേ ഒരു രസമുള്ളൂ. എന്നാ പിന്നെ ഞാൻ പോയേക്കാം. തിരുമണം. പെട്ടെന്ന് തിരുമിക്കൂ. പിന്നെ ആശാനായ എന്റെ കയ്യിൽ നിന്നില്ലെന്നുണ്ടെങ്കിൽ വേറൊരു കിടിലിന് ഐഡിയ പറയാം. അവനെന്ന് പറഞ്ഞാൽ നിരാഡംബരെ അവന് ഉപദ്രവിക്കാറില്ല. എന്ന് വെച്ചാലെന്ന് പറഞ്ഞാൽ അടിച്ചൊടിച്ച അവന്മാരോ ആരും ഇട്ടിട്ടുണ്ട്, അവനെ തൊടത്തില്ല. അവന് ഫ്രഷ് ഐറ്റം വേണം. അതായത് അവശനാണെങ്കിൽ തല്ലത്തില്ല, തൊടത്തില്ല അവൻ. ചന്ദ്ര അങ്ങനെയാണ് ഒരു കാര്യം ചെയ്തേ, നീ എന്നെ ഒരു അടി അടി. ഞാൻ തല്ലത്തില്ല ചന്ദ്ര, പ്ലീസ് ചന്ദ്ര, എന്നെ രക്ഷപ്പെടുത്താൻ. ഞാൻ തല്ലിക്കഴിഞ്ഞാൽ എനിക്ക് സസ്പെൻഷൻ ആകും, ഡിസ്മിസ് ആകും. ഞാൻ തല്ലുന്ന പ്രശ്നമില്ല. പ്രൊമോഷന്റെ കാര്യം ഞാൻ ഏറ്റു. സാറേ എന്നാലും ഞാൻ ഈ തലേ തൊപ്പി വെച്ചിരിക്കുന്ന കാലം ഞാൻ തല്ലുന്ന പ്രശ്നമില്ല. ഇയാൾ ആ തൊപ്പി എടുത്ത് അങ്ങോട്ട് മാറ്റി ചേട്ടനൊന്നും തല്ലിയാട്ടല്ലേ. ചേട്ടന്റെ ചേട്ടൻ സന്ധ്യ പ്ലീസ് ഒന്ന് തല്ലിക്കേ സന്ധ്യ. അയ്യോ ഇല്ല സാറേ, സന്ധ്യ അങ്ങനെ പറയരുത് സന്ധ്യ. ശത്രുക്കൾ ആരെങ്കിലും ആരെന്ന് വിചാരിക്കും. സന്ധ്യ നിന്റെ ഭർത്താവാന്ന് വിചാരിക്കും. കൊണ്ടൊന്ന് നോക്കട്ടെ. ഇത്ര അവശനായ അയ്യോ താണ്ട കവിളിന് ഒരു പോരായ്മയുണ്ട്, അവിടെ കൊണ്ടുവരണം. അങ്ങോട്ട് കൊടുത്തേ. ഇവിടെ ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ സാറിന്റെ ജീവൻ തിരിച്ചു കിട്ടുമല്ലോ. അവന്റെ ജീവൻ അവൻ ഇനിയും വന്നാ ഇവനെ തൊടത്തില്ല. ഉറപ്പാ തൊടത്തില്ല. ഹലോ സാർ. സാർ ഉണ്ട് സാർ, പറയാം സാർ. സോറി സാർ. അവനെയാണോ? ഓക്കെ സാർ. സാറേ ഒരു ബാഡ് ന്യൂസ്. നമ്മളെ IG വിളിച്ചത് നമ്മുടെ സ്റ്റേഷൻ പരിധിക്ക് മിനിസ്റ്റർ വരുന്നെന്ന്. അപ്പൊ നമ്മൾ അലേർട്ടായിട്ട് നിക്കാനാ പറഞ്ഞത്. നമ്മൾ ആരും ഫോൺ ഇതുവരെ എടുത്തില്ല. അതാണ് SIക്ക് 3 മാസം സസ്പെൻഷൻ. 3 മാസം സസ്പെൻഷൻ അല്ലേ? അത് കഴിഞ്ഞ് എനിക്ക് തിരിച്ചു കയറാമല്ലോ. മറ്റൊന്നും അടിക്കത്തില്ലല്ലോ. ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. ജീവൻ തിരിച്ചു കിട്ടി. ഇനി കുഴപ്പമില്ല, അവൻ വന്നോട്ടെ. ഹലോ, ആണോ? ശരി 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 സാറേ. എന്തോടോ നീ വന്നേ സാറേ. പറ. കുടുംബ മുരളിയാ വിളിച്ചത്. സാറിനെ അവൻ തല്ലിയതിന് അവന് സങ്കടമുണ്ട്. കാരണം അവന്റെ കയ്യിലിരിപ്പുണ്ട് സാർ അവനെ തല്ലിയെന്ന് അവന് മനസ്സിലായി. അതിന് മാപ്പ് പറയാൻ വേണ്ടി വരാനായിട്ടാണ് അവന് വിളി മൊത്തം വിളിച്ചോണ്ടിരുന്നത്. 3:30 വരാമെന്ന് പറഞ്ഞു. അവന് 3:30 വരാൻ പറ്റിയില്ല. നാളെ രാവിലെ വന്ന് മാപ്പ് പറഞ്ഞാൽ മതിയോന്ന് കുടുംബ മുരളി ഇപ്പൊ ഫോൺ വിളിച്ച് ചോദിച്ചതാ. മുരളിയല്ലയോ വിളിച്ചത്? മാപ്പ് പറയാനല്ലയോ വിളിച്ചത്? എങ്ങനെ മനസ്സിലായി? അവൻ എന്റെ കൂട്ട് തന്നെ മുടിഞ്ഞ പേടിച്ചു തൂറിയാ. എന്നാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ സാറേ. അയ്യോ സന്ധ്യ, എന്റെ ജോലി തെറിച്ച് സസ്പെൻഷനായി. ഇടി മേടിച്ച് ഞാൻ ചുരുണ്ടിരിക്കുക. നിന്റെ ഭർത്താവിനെ പോലെ ഇപ്പൊ ജീവൻ ഉണ്ടെന്നേ ഉള്ളു. Confident moment of the day brought to you by Ujala Crisp and Shine. അയ്യോ എന്നെ വെട്ടല്ലേ, അവര് വഴിപോക്കനാണ്. അയ്യോ അവൻ തീർന്നു കേട്ടോ. ഇങ്ങനെ ആയുസില്ലാത്തൊരു ചെറുക്കൻ.
കേരളം സൂപ്പർ ഷോന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ടൈം പോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞില്ല കേട്ടോ. ത്രൂ ഔട്ട് ഇങ്ങനെ പല രീതിയിലുള്ള സ്കിറ്റ്സ് ഒക്കെ നമ്മളിങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ അതിലെ കൗണ്ടേഴ്സ് കേൾക്കുമ്പോൾ ഒരുമിച്ച് ഇങ്ങനെ നമ്മൾ ചിരിച്ചു പോകും. മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആയി പോകും അല്ലേ. ഏതായാലും ഇനിയും ഒരുപാട് നിങ്ങളെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം IHNA Australia and Pavidam Cook Off Smart Curry Powder. See Kerala Super Show co-presented by Sunfeast Vouchers, co-powered by Indian Institute of Commerce, Lakshya and Ujala Crisp and Shine. Our ice cream partner Camry Ice Cream. Special partners Kia Ceros, Ecosta UPVC Rain Gutters and Cardia Coconut Oil. Energy partner Suntip Tea. Saying to the bye. Good night.